രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടും കോൺഗ്രസ് നേതൃത്വവുമായി ഡോക്ടർ ശശി തരൂർ എം പി ഇടഞ്ഞു തന്നെ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. ജനസമ്മതിയിൽ താൻ മുമ്പിലാണെന്നും കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ലെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ തുറന്നു പറഞ്ഞു. അഭിമുഖം ചർച്ചയായതോടെ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. ഞാൻ സംസാരിക്കാൻ ഇപ്പോ ഒരു ആഗ്രഹവുമില്ല. സമയം വരുമ്പോൾ സംസാരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് ഈവനിങ്. ശശി തരൂർ കുടം തുറന്നു വിട്ട ഒരു ഭൂതം അതിപ്പോൾ വലിയൊരു വിവാദമായി നിൽക്കുന്നു. മാത്രവുമല്ല, തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ സൂചിപ്പിക്കുമ്പോൾ അതെന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പിന്നീട് കൂടുതൽ വിശദീകരണത്തിനൊന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. കോൺഗ്രസ് വീട്ടിൽ ശശി തരൂർ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും അനാഥനാകില്ല എന്ന പ്രസ്താവന വരുന്നു. എന്താണ് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റിന, കഴിഞ്ഞ ആഴ്ചയാണ് ശശി തരൂർ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും താൻ അതൃപ്തൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറച്ച് പറയുകയാണ് ശശി തരൂർ. ഒപ്പം തന്നെ കടുത്ത നിലപാട് കൂടി അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് തന്നെ വേണ്ട എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. ആ വഴികൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു മറുപടി എന്ന തരത്തിൽ അതിലേക്ക് വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് പുസ്തകം എഴുതാനുണ്ട്, ഒപ്പം തന്നെ മറ്റ് പ്രസംഗങ്ങളുണ്ട്, നിരവധി വേദികളിലൊക്കെ തന്നെ പ്രസംഗിക്കാനും മറ്റുമായി വിളിക്കുന്നുണ്ട്. അത്തരത്തിലേക്കുള്ള പരിപാടികൾ തനിക്കുണ്ട്, അതുമായി താൻ മുന്നോട്ട് പോകും എന്നൊരു സൂചനയാണ് അദ്ദേഹം ഇന്നത്തെ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ വലിയൊരു അതൃപ്തി കൂടി അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കുകയാണ്. അതായത് തന്നെ വേണ്ടാത്ത പാർട്ടിക്കൊപ്പം താൻ ഇനി തുടരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹം ആ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കടുത്ത ചില വിയോജിപ്പുകളും ചില പരാമർശങ്ങളും വിമർശനങ്ങളും കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ളൊരു നേതൃമുഖമില്ലാതെ പോകുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ളൊരു നേതൃത്വം ഇല്ലാത്തത് അത് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന് ശശി തരൂർ പറയുകയാണ്. കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ, അതായത് കഠിനാധ്വാനം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരുമെന്ന് കൂടി അദ്ദേഹം ഒരു വിമർശനമെന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കോൺഗ്രസിന് പുറത്തുള്ള വോട്ടുകൾ, ഈ വോട്ട് ബാങ്കിന് പുറത്തുള്ള വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒരു നേതാവെന്ന നിലയിൽ തനിക്ക് അത്തരം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചില സ്വതന്ത്ര ഏജൻസികളുടെയൊക്കെ തന്നെ സർവേയിൽ നേതൃനിരയിലേക്ക് വരാൻ താൻ പ്രാപ്തനാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുടെ വലിയ ഒരു പ്രീതി തനിക്കുണ്ട് എന്ന് അത്തരം സർവേകളിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ താൻ ഈ നേതൃനിരയിലേക്ക് വരേണ്ട ഒരു നേതാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ വിശകലനം, അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശകലനം എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനത്തേക്കുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരാനുള്ള ശശി തരൂരിന്റെ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ വിമർശകരും വിശകലനരും ഒക്കെ തന്നെ അത്തരത്തിലേക്കുള്ള ചില പരാമർശങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ അതേസമയം ഇതിനെ നേരത്തെ ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി തന്നെ അതിൽ ചില പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ CPM നേതാക്കളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇങ്ങനെ പ്രതികരിച്ച് ഈ വിഷയം കൂടുതൽ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് AICCയുടെയും നിലപാട്. KC വേണുഗോപാൽ അടക്കം അത്തരം നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും താൻ അതൃപ്തിയിൽ തന്നെയാണ്. തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. അത് എഴുത്ത്, ഒപ്പം തന്നെ മറ്റ് ലേഖനം എഴുതുന്നതുമായി ബന്ധപ്പെട്ട പ്രസംഗവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂർ എന്ത് നിലപാട് എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നമ്മൾ ഇപ്പോൾ ശശി തരൂർ ഡൽഹിയിലാണുള്ളത്. നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു പോഡ്കാസ്റ്റിൽ നൽകിയ അഭിമുഖമാണ്. ആ പോഡ്കാസ്റ്റ് 26-ന് പുറത്തു വരും. നിങ്ങൾ ആദ്യം അത് കേൾക്കൂ, അതിനുശേഷം ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാം എന്നുള്ളതാണ്. ക്രിസ്റ്റീന. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. അപ്പോൾ മറ്റു വഴികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ വഴി ഏതാണെന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എന്തായിരിക്കും ശശി തരൂരിന്റെ മനസ്സിൽ എന്നറിയാൻ ശശി തരൂർ തന്നെ മനസ്സ് തുറക്കുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ഈ CPM പ്രവർത്തകരുടെയും ഇടത് ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഒറ്റയ്ക്കാവില്ല, അനാഥമാവില്ല ശശി തരൂർ എന്നുള്ളതാണ്.